നമസ്കാരം. കൊച്ചി തുറമുഖത്ത് സുരക്ഷിതമായി അടുക്കേണ്ടിയിരുന്ന ഇറാനിയൻ യുദ്ധക്കപ്പലുകളിൽ ഒന്ന് എങ്ങനെയാണ് ചോരയിൽ മുങ്ങിയത്? ആരാണ് ഇതിന് ഉത്തരവാദി? ഇന്ത്യ നൽകിയ ഉറപ്പുള്ള സംരക്ഷണത്തിന് പകരം പാതി വഴിയിൽ ശ്രീലങ്ക നടത്തിയ അനാവശ്യ ഇടപെടലാണോ IRIS ദേന എന്ന കപ്പലിൻ്റെയും അതിലെ 87 നാവികരുടെയും ദുരന്തത്തിന് കാരണമായത്? ഈ ചോദ്യങ്ങൾ ഇന്ന് പ്രസക്തമാണ്. കൃത്യമായ പ്ലാനിങ്ങോടെ കൊച്ചിയിലേക്ക് നീങ്ങേണ്ടിയിരുന്ന കപ്പലുകളെ വഴിതിരിച്ചുവിട്ട ശ്രീലങ്കൻ നടപടി വലിയൊരു നയതന്ത്ര വീഴ്ചയായി നമുക്ക് കരുതാം. ഫെബ്രുവരി 28-ന് ഇറാൻ സഹായം തേടിയപ്പോൾ ഇന്ത്യ ഒട്ടും വൈകാതെ തന്നെ മറുപടി നൽകിയിരുന്നു. മാർച്ച് 1-ന് ഇന്ത്യ കപ്പലുകൾക്ക് കൊച്ചിയിൽ അടുക്കാൻ അനുമതി നൽകി. ഇന്ത്യയെപ്പോലെ ശക്തമായ ഒരു നാവികസേനയുള്ള രാജ്യം ഒരു കപ്പലിന് അഭയം നൽകുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അതിനൊരു വലിയ സുരക്ഷാ പരിരക്ഷയുണ്ട്. ഇന്ത്യൻ സമുദ്രമേഖലയിൽ ഇന്ത്യയുടെ സംരക്ഷണത്തിലുള്ള ഒരു കപ്പലിനെ ആക്രമിക്കാൻ അമേരിക്ക പോലും 2 തവണ ആലോചിക്കും. IRIS ലാവൻ എന്ന കപ്പൽ കൊച്ചിയിൽ സുരക്ഷിതമായി എത്തിയത് ഇതിന് തെളിവാണ്. അവിടെ ഒരു പോറൽ പോലും ഏൽക്കാതെ 183 നാവികർ ഇന്നും സുരക്ഷിതരായിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ബാക്കി 2 കപ്പലുകൾക്ക് ഈ ഭാഗ്യം ഇല്ലാതെ പോയത്? ഇവിടെയാണ് ശ്രീലങ്കയുടെ തന്ത്രപരമായ പിഴവ് പ്രകടമാകുന്നത്. ഇന്ത്യ കപ്പലുകൾക്ക് അനുമതി നൽകിയതിന് പിന്നാലെ തങ്ങളും ഒട്ടും പിന്നിലല്ലെന്ന് കാണിക്കാനാവും ശ്രീലങ്കൻ അധികൃതർ ഈ കപ്പലുകളെ അങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു. പോർട്ട് കോൾ സൗകര്യം നൽകാമെന്നും തങ്ങളുടെ തീരത്തേക്ക് വരാമെന്നുമുള്ള ശ്രീലങ്കയുടെ ക്ഷണം ഇറാനിയൻ കപ്പലുകളെ ആശയക്കുഴപ്പത്തിലാക്കി. കൊച്ചിയിലേക്ക് നേരിട്ട് വന്നിരുന്നെങ്കിൽ IRIS ദേന ഇന്നും സമുദ്രത്തിന് മുകളിൽ ഉണ്ടായേനെ. എന്നാൽ ശ്രീലങ്കയുടെ ക്ഷണം സ്വീകരിച്ച് ഗാലിലേക്ക് വഴിതിരിഞ്ഞു പോയതാണ് വിനയായത്. ശ്രീലങ്കൻ തീരത്തിന് വെറും 19 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് അമേരിക്കൻ അന്തർവാഹിനി ഈ കപ്പലിനെ തകർത്തു. തങ്ങളുടെ അതിഥികളെ സംരക്ഷിക്കാൻ പോയിട്ട് സ്വന്തം തീരത്ത് നടക്കുന്ന ആക്രമണം തടയാൻ പോലും കഴിയാത്തത്ര ദുർബലമാണ് ശ്രീലങ്കയുടെ പ്രതിരോധ സംവിധാനമെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. ഒരു രാജ്യത്തിന് അന്താരാഷ്ട്ര പ്രതിസന്ധികളിൽ ഇടപെടണമെങ്കിൽ അതിനുള്ള സൈനിക കരുത്ത് വേണം. ശ്രീലങ്ക ഇവിടെ കാണിച്ചത് വെറുമൊരു വൈകാരിക പ്രകടനം മാത്രമാണ്. ഇന്ത്യയേക്കാൾ മുൻപേ സഹായം നൽകുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രീലങ്കയുടെ ശ്രമം ഒടുവിൽ കലാശിച്ചത് വലിയൊരു കൂട്ടക്കുരുതിയിലാണ്. അമേരിക്കൻ സമ്മർദ്ദത്തിന് മുന്നിൽ പതറുന്ന ഒരു രാജ്യം എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തിൻ്റെ യുദ്ധക്കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നത്? കൊച്ചിയിലേക്ക് വന്നിരുന്നെങ്കിൽ ഇന്ത്യൻ നേവിയുടെ കർശന നിരീക്ഷണത്തിൽ ആ കപ്പലുകൾ സുരക്ഷിതമാകുമായിരുന്നു. ശ്രീലങ്കയുടെ അതിമോഹം ആ 87 നാവികരുടെ ജീവനാണ് കവർന്നെടുത്തത്. ഇന്ന് രക്ഷപ്പെട്ട നാവികരെ വിട്ടുനൽകാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുമ്പോൾ അതിന് മറുപടി നൽകാൻ പോലും കഴിയാതെ പകച്ചു നിൽക്കുകയാണ് ശ്രീലങ്ക. ഈ ദുരന്തം ഒരു വലിയ പാഠമാണ്. സമുദ്ര സുരക്ഷ എന്നത് വാക്കുകളിൽ ഒതുക്കേണ്ട ഒന്നല്ല. ഇന്ത്യ നൽകിയ ഉറപ്പിൽ വിശ്വസിച്ച് കൊച്ചിയിലേക്ക് തന്നെ വന്നിരുന്നെങ്കിൽ ചോരപ്പുഴ ഒഴുകില്ലായിരുന്നു. ശ്രീലങ്കയുടെ അനാവശ്യമായ ക്ഷണവും വഴിതിരിച്ചുവിടലും ഇറാന് നൽകിയത് ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമാണ്. അയൽരാജ്യങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ പലപ്പോഴും ആപത്തായി മാറുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യയുടെ കരുത്തുള്ള കൈകളിലേക്ക് എത്തേണ്ടിയിരുന്ന ജീവനുകൾ ശ്രീലങ്കയുടെ പിഴവുകൊണ്ട് കടലിനടിയിലായി. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.